നമസ്കാരം. ദിലീപ് കേസിൽ വലിയ ട്വിസ്റ്റാണ് നടക്കാൻ പോകുന്നത്. ദിലീപ് കേസ് എന്ന് പറയുന്നത് അതിജീവിതയായ നടിയെ തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തു എന്നുള്ളതായിരുന്നു നടിക്ക് ദിലീപിനെതിരെയുള്ള കേസ്. ആ കേസിൽ ദിലീപ് അടക്കമുള്ള 4 പേരെയാണ് കുറ്റവിമുക്തരാക്കിയത്. 6 പേരെയാണ് 20 വർഷക്കാലം ജീവപര്യന്തം തടവിന് ശിക്ഷയ്ക്ക് വിധിച്ചത്. 1-ാം പ്രതി പൾസർ സുനിയാണ്, 2-ാം പ്രതിയാണ് മാർട്ടിൻ. ഈ മാർട്ടിൻ ആരാണ്? മാർട്ടിൻ ഇപ്പോൾ കൊല്ലപ്പെടുമെന്നുള്ള, ജയിലിൽ വെച്ച് കൊല്ലപ്പെടുമെന്നുള്ള ചില വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വാർത്ത ചെയ്യുന്നത്. അതായത് ഈ കേസിലെ 2-ാം പ്രതിയായ മാർട്ടിൻ അതിനാരാണെന്ന് നമുക്ക് ആദ്യം അറിയണം. ആരാണ്? നടനും സംവിധായകനും നിർമ്മാതാവുമായ ലാലിൻ്റെ ഡ്രൈവറാണ് മാർട്ടിൻ. ഈ മാർട്ടിൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ്, അതായത് കുറച്ച് ദിവസം മുമ്പ്, 1.5 വർഷം മുമ്പ് ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. അതിനു മുമ്പായി കോടതിയിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് മജിസ്ട്രേറ്റ് മുമ്പാകെ ചില വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. ആ വെളിപ്പെടുത്തൽ കേട്ട് ഞെട്ടിയ മജിസ്ട്രേറ്റ് ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ രഹസ്യമൊഴി എടുപ്പിച്ചിരുന്നു. ആ രഹസ്യമൊഴിയിൽ പറയുന്ന കാര്യങ്ങളാണ് പിന്നീട് അദ്ദേഹം വീഡിയോ ആയി പുറത്തുവിട്ടത്. ആ വീഡിയോയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാമോ? ഈ പറയുന്ന അതിജീവിതയെ തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗത്തിനിരയാക്കി എന്ന് പറയുന്നത് വെറും കെട്ടുകഥയാണ്. ഒരു വെൽ പ്ലാൻഡ് സ്റ്റോറിയാണ്. അതിജീവിതയ്ക്ക് ദിലീപിനോടുള്ള വിരോധം തീർക്കാനും അതേപോലെ ദിലീപിനെ ഒതുക്കാൻ വേണ്ടി ലാലിൻ്റെ അതേപോലെ ഒരു മേടമടക്കമുള്ള ആളുകളൊക്കെ ഉള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലും മഞ്ജു വാര്യരും ലാലും അതേപോലെ പൾസർ സുനിയും എല്ലാം അടക്കം, ഈ അതിജീവിതയെല്ലാം അടക്കം പ്ലാൻ ചെയ്തിട്ടാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്ന് ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. മാർട്ടിൻ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചത്, എന്നെ കൊടുക്കാൻ വേണ്ടി ഒരു പോക്സോ SC/ST അട്രോസിറ്റി ആക്റ്റിൽ കൊടുക്കാൻ വേണ്ടി വളരെ വിദഗ്ധമായി ഒരു ലേഡിയെ വീണ ജോർജ് ഏൽപ്പിച്ചിരുന്നു. അവർ സ്വന്തം മകളുടെ വീഡിയോ എടുത്ത് ഒരു മൊബൈലിൽ പകർത്തുകയും ആ മൊബൈൽ എൻ്റെ ഓഫീസിൻ്റെ അടുത്ത് കൊണ്ടുവെക്കുകയും എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് ആരുടെയൊക്കെ വിളിക്കുകയും എന്നിട്ട് അതൊക്കെ ടവർ ലൊക്കേഷൻ ഉണ്ടാക്കുകയും പിന്നീട് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചു എന്ന പേരിൽ പരാതി കൊടുക്കുകയും അവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു ഈ വീഡിയോയ്ക്ക് എന്നുള്ള ഒരു സ്റ്റോറി ഉണ്ടാക്കി പരാതി കൊടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പോലീസ് അതിവിദഗ്ധമായി ഇത് അന്വേഷിച്ചപ്പോൾ ആദ്യം കണ്ടെത്തിയത് ഇത് 2021 നടന്നു എന്ന് പറയുന്ന സംഭവത്തിൽ അന്ന് പെൺകുട്ടി വളരെ മെലിഞ്ഞതാണ്. ആ ഫോട്ടോ അവർ കണ്ടെത്തി, അന്നത്തെ വീഡിയോകളും കണ്ടെത്തി. അതിനുശേഷം ഇത് സംഭവം പരാതി കൊടുക്കുന്നത് 2023 ആ സന്ദർഭത്തിൽ ഉണ്ടായിട്ടുള്ള ആ പെൺകുട്ടിയുടെ തടിയും അതേപോലെ ആകാരം ഒന്നും പരിശോധിച്ചപ്പോൾ ഇത് 2023 എടുത്ത വീഡിയോ ആണെന്ന് മനസ്സിലായി. 2021 ഉണ്ടായ സംഭവത്തിന് 2023 വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ അത് കള്ളം പൊളിഞ്ഞു. കാരണം 2021 എൻ്റെ ഓഫീസിലെ സ്റ്റാഫായ ഒരു കുട്ടിയെ ഒരു കൊറോണ സമയത്ത് അവർ വീട്ടിൽ താമസിക്കാൻ പോയിരുന്നു. സത്യത്തിൽ ഒരു ദിവസം രാത്രി നിന്ന് പിറ്റേ ദിവസം പോരും ചെയ്തിരുന്നു. അവിടെ ഉണ്ടായ തിക്താനുഭവങ്ങൾ കൊണ്ട് തന്നെ രാവിലെ തന്നെ അവിടുന്ന് സ്ഥലം വിട്ടു. അപ്പം അന്ന് അവിടെ വന്നിട്ട് ഈ അവരുടെ മകളുടെ വീഡിയോ എടുത്തു, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ വീഡിയോ എടുത്തു എന്നാണ് കേസ്. നഗ്ന വീഡിയോ എടുത്തു എന്നാണ് കേസ്. എന്നിട്ട് അത് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നുള്ളതാണ് കേസ് ഉണ്ടാക്കിയത്. അങ്ങനെ ഈ സംഭവത്തിൽ പോലീസ് അന്വേഷിച്ചപ്പോൾ ഇവർ മാർട്ടിൻ എന്ന് പറയുന്ന, ഇതേപോലെ മാർട്ടിൻ മേനാച്ചേരി എന്ന് പറയുന്ന ഒരാളെ ഉപയോഗിച്ച് ഒരു മൊബൈൽ വാങ്ങാൻ തീരുമാനിച്ചെന്ന് മാർട്ടിൻ മേനാച്ചേരി കൃത്യമായി മൊഴി കൊടുത്തു. മാത്രമല്ല ഇവർ ലൊക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഇതേപോലെ ഇവിടേക്ക് ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചതായും മാർട്ടിൻ മൊഴി കൊടുത്തു. മാത്രമല്ല മാർട്ടിൻ ഒരു പെൺകുട്ടിയെ, ഒരു ലേഡിയെ ആ വീട്ടിൽ താമസിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ ദൃശ്യങ്ങൾ ഇതൊന്നല്ല, ധാരാളം ദൃശ്യങ്ങളടങ്ങിയ വീഡിയോ അവിടെ അവർ കണ്ടു എന്ന് പറയുന്ന മൊഴിയും പോലീസിന് കിട്ടി. ഇതിന് ശേഷം അവർ ധരിച്ച ഡ്രസ്സ്, അണ്ടർവെയർ അടക്കമുള്ള ഡ്രസ്സുകൾ, അവരുടെ ഡ്രസ്സ് വരുമ്പോൾ ഉണ്ടാകുന്ന ഡ്രസ്സുകളുടെ എല്ലാം ഉണ്ടായിരുന്നു ചില പ്രത്യേക അടയാളങ്ങൾ. ആ അടയാളങ്ങൾ വെച്ച് ഇത് വിറ്റ സ്ഥലങ്ങളിൽ പോയി എവിടെ നിന്നാണ് വാങ്ങിയത് എന്നുള്ളത് കണ്ടുപിടിച്ചു. ഈ അടുത്ത കാലത്ത് 2023 ആ ഡ്രസ്സെല്ലാം വാങ്ങിയതെന്ന് കൃത്യമായി കണ്ടെത്തി. ഡ്രസ്സ് ഊരി വെച്ചതിൽ നിന്നൊക്കെ കൃത്യമായി കണ്ടെത്തി. അതിവിദഗ്ധമായി ഫോറൻസിക് ലാബിൻ്റെയൊക്കെ സഹായത്തോടെ അന്വേഷണം പൂർത്തിയായപ്പോൾ വാദിപ്രതിയായി, അതായത് വീണ ജോർജ് എനിക്കെതിരെ വന്ന കൊട്ടേഷൻ തിരിച്ചായി. അങ്ങനെ പോലീസ് എന്നെ കൃത്യമായി രക്ഷിച്ചു. ആദ്യം തന്നെ പോലീസ് എന്ത് ചെയ്തു? ഇതിൽ പരാതി കിട്ടിയ ഉടനെ അന്വേഷിക്കാൻ തീരുമാനിച്ചു.
ആ അന്വേഷിച്ചില്ലായിരുന്നെങ്കിൽ പിണറായി വിജയൻ അവിടുന്ന് പറഞ്ഞിട്ട് എന്നെ ജയിലിലാക്കി ചിലപ്പോൾ 10-20 വർഷം ഞാൻ ജയിലിനകത്തായി പോയിരുന്നേനെ. അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകൾ ഒരാൾ പറയുമ്പോൾ ഞാൻ ശ്രദ്ധിക്കും. അങ്ങനെയാണ് മാർട്ടിൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചത്. മാർട്ടിൻ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? നേരത്തെ അദ്ദേഹം വെളിപ്പെടുത്ത കാര്യങ്ങളിൽ അദ്ദേഹത്തോട് ഒരു ദിവസം ലാൽ പറയുന്നു ഈ അതിജീവിതയെ തൃശ്ശൂരിൽ പോയി വീട്ടിൽ പോയി കൂട്ടിക്കൊണ്ടുവരാൻ. എന്നിട്ട് പറയുന്നു ആവശ്യമാണെങ്കിൽ മൊബൈൽ കൊടുക്കാൻ പറയുന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ആ ലേഡി അതിജീവിത ഈ മൊബൈൽ ആവശ്യപ്പെടുന്നു. അതിൻ്റെ ഉള്ളിൽ വീട്ടിൽ പോയി ഉള്ളിലിറങ്ങി അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ്. പിന്നെ മൊബൈൽ തിരിച്ചു കൊടുത്തില്ല. അങ്ങനെ മടങ്ങി ഇങ്ങനെ പോകുന്നു. എറണാകുളം വരെ എത്തി. അതിനിടയിൽ ധാരാളം ആളുകൾ അവർ വിളിക്കുന്നുണ്ട്. അങ്ങനെ എവിടെ എത്തി? അത്താണി എത്തി. അതായത് എയർപോർട്ടിൻ്റെ അടുത്തേക്ക് പോകുന്ന തിരിയുന്ന സ്ഥലത്തെത്തി. അവിടെ എത്തിയപ്പോൾ കാറിൽ നിന്ന് 2 ബാഗുകൾ കൊടുത്തു. ഒന്നിൽ പണസഞ്ചിയാണെന്ന് പറഞ്ഞു, പണമാണെന്ന് പറഞ്ഞു. മറ്റൊരു ബാഗ് 2 കാറുകളിൽ എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഈ പറയുന്ന മാർട്ടിൻ എത്തിച്ചു കൊടുത്തതിന് അവർ സ്ഥലം വിട്ടു. അവിടെ അതിൽ ഈ പറയുന്ന സുനിലുണ്ടായിരുന്നു, പൾസർ സുനി ഉണ്ടായിരുന്നു. അതിനുശേഷം ഇദ്ദേഹം എറണാകുളത്ത് എത്തുകയാണ്. എറണാകുളത്ത് പൈപ്പ് ലൈൻ റോഡിൽ എത്തി വണ്ടി നിർത്തുന്നു. വണ്ടി നിർത്താൻ പറയുന്നു ആ ലേഡി. എന്നിട്ട് അദ്ദേഹത്തോട് അവിടെ ഒരു കാരവൻ ബസ് അതിൽ കയറാൻ പറയുന്നു. ഈ സന്ദർഭത്തിൽ ഒന്നും തന്നെ മൊബൈൽ തിരിച്ചു കൊടുത്തില്ല. ഇതിൻ്റെ ഇടയിൽ ഈ സമയത്ത് ഈ വണ്ടിയിലേക്ക് പൾസർ സുനിയും അതേപോലെ 3 പേരും കൂടെ കയറുന്നു. 3 പേരും കൂടി കയറുന്നു. എന്നിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? ഇതിലേക്ക് കയറുന്നു, ബസ്സിലേക്ക് കയറുന്നു. ബസ് കയറിയിട്ട് കാരവൻ ബസ് എന്ത് ചെയ്യുന്നു? ഒരു 1-1.5 മണിക്കൂർ സമയം സിറ്റി കംപ്ലീറ്റ് ചുറ്റി മടങ്ങിയെത്തിയിട്ട് വീണ്ടും വന്ന് നോക്കുമ്പോൾ ഈ കാറിൽ അതിജീവിതയുടെ തോളിൽ കഴുത്തിൽ കൈയിട്ട് നിൽക്കുകയാണ് ആര്? വളരെ സൗഹൃദത്തിൽ നിൽക്കുകയാണ് ആര്? പൾസർ സുനി എന്നാണ് പറഞ്ഞത്. ലാലുവിൻ്റെ മകനും ഉണ്ടായിരുന്നു, അതിൽ കാറിൽ കയറിയപ്പോൾ ഉണ്ടായിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഈ കേസ് പിന്നീട് വളരെ വിചിത്രമായ രൂപത്തിലാണ് പ്ലാൻ ചെയ്ത പോലെ വന്നത്. ആദ്യം മാർട്ടിൻ എന്ത് ചെയ്യുന്നു? ഈ നടിയേയും കൊണ്ട് പിന്നീട് ലാലിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അപ്പോൾ തന്നെ പോലീസിന് ഇൻഫോം ചെയ്യുന്നു. പോലീസ് വന്ന് മാർട്ടിനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ പോയിട്ട് മൃഗീയമായി മർദ്ദിക്കുന്നു. ഇവിടെ ഉണ്ടായ കാര്യങ്ങളൊന്നും പറയരുത് എന്ന് പറഞ്ഞിട്ടാണ് കൂട്ടിക്കൊണ്ടുപോയത്. അങ്ങനെ കൊണ്ടുപോയ ശേഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. പിന്നെ ജയിലിലാക്കുന്നു, പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോകണു. പിന്നെ മൃഗീയ മർദ്ദനങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്. ഇദ്ദേഹം പറഞ്ഞത് സത്യാവസ്ഥ പറഞ്ഞിട്ടൊന്നും കേട്ടില്ല. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ മൊബൈൽ ഒരു പ്രധാന തെളിവായി വരികയാണ്. കാരണം മൊബൈൽ ആരെടുത്തായിരുന്നു? ഈ അതിജീവിതേൻ്റെ കൈവശമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ കുറ്റവാളിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ ഇപ്പോൾ പെറ്റീഷൻ കൊടുത്തതോട് കൂടിയിട്ട് ലാലും അതേപോലെ ഇവരും കുടുങ്ങി വളരെ ഞെട്ടലോട് നിൽക്കുകയാണ്. മഞ്ജു വാര്യരും ലാലും അതേപോലെ ആരാണ് ഈ അതിജീവിതയും പിന്നെ ഞെട്ടിയിരിക്കുകയാണ്. കാരണം ഇത്രയും ടെസ്റ്റ് ഉണ്ടാവുമെന്ന് അവർ കരുതിയില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഉണ്ടായി ഹൈക്കോടതിയിൽ ഇത് പ്രകാരം ഇദ്ദേഹം കുറ്റമുക്തനാക്കപ്പെടുകയാണെങ്കിൽ അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടി വരും. അതായത് മാർട്ടിൻ പറഞ്ഞ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടി വരും. മാർട്ടിൻ പറഞ്ഞ കാര്യങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ വാദി പ്രതിയാകും. ആര് അറസ്റ്റിലാകും? നമ്മുടെ ലാലും മഞ്ജു വാര്യരും അതിജീവിതയും അറസ്റ്റിലാകാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആ വീഡിയോ കണ്ടിട്ടുള്ളതാണ്. വീഡിയോയിൽ എവിടെയെങ്കിലും ഒരു പതർച്ച ഉള്ളതായി ഞാൻ കണ്ടില്ല. നടന്ന സംഭവങ്ങൾ, നേരിട്ട് അനുഭവിച്ച വിഷമങ്ങൾ കൃത്യമായി പറയുന്നൊരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ ചെറിയൊരു ഭാഗം മാത്രമാണ് മുന്നിൽ കൊടുത്തുള്ളത്. പൂർണ്ണമായ ഭാഗങ്ങളെക്കുറിച്ചിട്ട് വളരെ പഠിച്ച അതിജീവിതയുടെ പേരില്ലാതെ ഓരോ പാർട്ടായിട്ട് ഞാൻ മറ്റൊരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. നിയമപരമായി പഠിച്ച ശേഷമാണ് ആ വീഡിയോനെ കുറിച്ചിട്ട് ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാൻ പോണത്. കാരണം ഹൈക്കോടതിയിൽ പെറ്റീഷൻ വന്ന സ്ഥിതിക്ക് ആ വീഡിയോയ്ക്ക് വളരെയധികം പ്രസക്തിയുണ്ട്. വാദി പ്രതിയാകും, വാദിയാകും. അവസാനം ഇപ്പോൾ ദിലീപ് സ്വതന്ത്രനായതോടു കൂടിയിട്ടാണ് ദിലീപിനെ കൊടുക്കാനുള്ള സകല ശ്രമങ്ങൾ നടത്തിയെങ്കിലും കൂട്ടിയോജിപ്പിക്കാൻ പറ്റുന്ന കൃത്യമായ തെളിവുകൾ ഉണ്ടാക്കാൻ ആർക്ക് കഴിഞ്ഞില്ല? പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല, DIG സന്ധ്യയ്ക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ഈ കേസ് വലിയ ട്വിസ്റ്റ് ഉണ്ടാകാൻ പോവുകയാണ്. ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ, വാദി പ്രതിയായി കഴിഞ്ഞാൽ എന്താവും? ഇതിനകത്ത് വാദിയായി വരുന്നത് മാർട്ടിനായിരിക്കും, പ്രതികളായി വരുന്നത് അതിജീവിതയും മഞ്ജു വാര്യരും ലാലും ഒക്കെ ആയിരിക്കും. ഈ വീഡിയോ പ്രകാരം വീഡിയോയിൽ വളരെ കൃത്യമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വേണമെങ്കിൽ ഇവരെല്ലാവരും തന്നെ നാർക്കോ അനാലിസിസ് ടെസ്റ്റിന് വിധേയമാക്കണം. ലാലിൻ്റെ ഭാര്യ, മകൻ, പിന്നെ ഈ പറയുന്ന ദിലീപ്, പൾസർ സുനി, പിന്നെ എല്ലാവരെയും ഈ മാർട്ടിനെ അടക്കം നാർക്കോ അനാലിസിസ് ടെസ്റ്റിന് വിധേയമാക്കണം. അപ്പോൾ യഥാർത്ഥ സത്യം മനസ്സിലാക്കാൻ നമ്മൾ അധികം പോകേണ്ടി വരില്ല. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ വരുന്നത്, ജയിലിൽ വെച്ച് ക്രിമിനലുകൾ കൊട്ടേഷൻ കൊടുത്ത്
ഈ പറയുന്ന മാർട്ടിനെ കൊല്ലാനുള്ള ശ്രമമാണ്. എന്തുകൊണ്ടെന്നാണ് ഇത് അദ്ദേഹം ഇറങ്ങിക്കഴിഞ്ഞാൽ, അദ്ദേഹം മൊഴി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും വാദി പ്രതിയാകും, ഇവരെല്ലാവരും അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് മാർട്ടിനെ കൊല്ലാനുള്ള ചില നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ജയിലിൽ വെച്ച് കൊട്ടേഷൻ ടീമിനെ ഏൽപ്പിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ വന്നാൽ പോലും ഇപ്പോൾ ഉത്തരവാദിത്തം ലാലിനും കൂടാതെ മഞ്ജു വാര്യർക്കും അതേപോലെ അതിജീവിതയ്ക്കുമായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നന്ദി, നമസ്കാരം.